ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര 7ാമത്തെ ചൊവ്വാഴ്ച കൂടിയായ 48 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. കല്യാണി, പ്രദർശനം, നസ്ലേൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡൊമിനിക് തിരക്കഥ സംവിധാനം ചെയ്ത് ഓണം റിലീസായി ഓഗസ്റ്റ് 28 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച നേട്ടങ്ങൾ കൊയ്തെടുത്ത ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസിംഗ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നേരത്തെ ഈ സിനിമയുടെ OTT റിലീസിംഗ് അതുപോലെ തന്നെ സാറ്റലൈറ്റ് റൈറ്റ്സ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അൺഒഫീഷ്യലായ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതനുസരിച്ചുള്ള വീഡിയോയും നമ്മൾ ചെയ്തിരുന്നു. അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഏഷ്യാനെറ്റ് ആണ്. 50 കോടിക്ക് മുകളിൽ ബിസിനസ് ചെയ്ത ഈ സിനിമയുടെ OTT റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും 50 ദിവസം പൂർത്തിയായ ഉടനെ, അതായത് ഒക്ടോബർ 17 മുതൽ 25 വരെയുള്ള ഏത് ദിവസവും ഈ സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കാം എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇനി സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ 47ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയായിരുന്നു ഈ സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞ കളക്ഷൻ കേരളത്തിൽ ലഭിച്ചത്. ഇന്നലെ 13 ലക്ഷം രൂപയായിരുന്നു ഈ സിനിമയുടെ കളക്ഷൻ. അങ്ങനെ 47 ദിവസം കൊണ്ട് 120 കോടി 85 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 48ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 15 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ കളക്ഷനോടെ ഈ സിനിമ കേരളത്തിൽ 121 കോടി റേഞ്ചിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ 48 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 301 കോടിക്ക് മുകളിലുമാണ്. കാന്താര ചാപ്റ്റർ 1 തിയേറ്ററിലെത്തിയിട്ട് 13ാം ദിവസമായ 2ാമത്തെ ചൊവ്വാഴ്ചയാണ് പിന്നിടുന്നത്. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 2 തിയേറ്ററിലെത്തിയ ഈ സിനിമ നിലവിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തത് മികച്ച കളക്ഷനുമായി മുന്നേറ്റം തുടരുക തന്നെയാണ്. 12ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 1 കോടി 30 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ 44 കോടി 32 ലക്ഷം രൂപയാണ് ഈ സിനിമ 12 ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. കർണാടകയിൽ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ 5 കോടി 65 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 176 കോടി 90 ലക്ഷം രൂപയാണ് ആദ്യ 12 ദിവസത്തെ കർണാടക കളക്ഷൻ. 12 ദിവസത്തെ ആന്ധ്ര തെലങ്കാന കളക്ഷൻ 91 കോടി 80 ലക്ഷം രൂപയാണ്. തമിഴ്നാട്ടിൽ 52 കോടി 75 ലക്ഷം രൂപയും നോർത്ത് ഇന്ത്യൻ കളക്ഷനായി 174 കോടി 50 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 540 കോടി രൂപയാണ് ഈ സിനിമയുടെ 12 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. GCC ഓവർസീസ് കളക്ഷനായി 97 കോടി 50 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇന്നലെ തിങ്കളാഴ്ച വരെ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 637 കോടി 50 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇനി 13ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 1 കോടി 10 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 13 ദിവസത്തെ കേരള കളക്ഷൻ ഏകദേശം 45 കോടി 40 ലക്ഷം റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. ഇനി വരുന്ന 3-4 ദിവസങ്ങളുള്ളിൽ തന്നെ കേരളത്തിൽ ഈ സിനിമ 50 കോടി ക്ലബിൽ എത്തപ്പെടും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി 13ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 23 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 13 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 660 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. മോഹൻലാൽ നായകനായി രഞ്ജിത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് 2001 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ സിനിമയാണ് രാവണപ്രഭു. ഒക്ടോബർ 10 വെള്ളിയാഴ്ച 4K റീമാസ്റ്റർ പതിപ്പായി വീണ്ടും തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ ലാഭകരമായ വിജയം നേടിയെടുക്കാനായിട്ടുണ്ട്. 4ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 30 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. ആദ്യ 4 ദിവസം കൊണ്ട് 2 കോടി 60 ലക്ഷം രൂപ കേരളത്തിൽ കളക്ട് ചെയ്ത ഈ സിനിമ 5ാം ദിവസമായ ചൊവ്വാഴ്ച കേരളത്തിൽ 25 ലക്ഷത്തിന് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 2 കോടി 55 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3 കോടി 40 ലക്ഷം റേഞ്ചിലാണ്. ഒക്ടോബർ 2 വെള്ളിയാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയ ബോളിവുഡ് സിനിമയാണ് സണ്ണി സംസ്കാരിക്ക് തുളസി കുമാരി. ശശാങ്ക് കൈത്താൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വരുൺ ധവാൻ, ജാൻവി കപൂർ, സന്യ മൽഹോത്ര, രോഹിത് സറഫ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 12 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം 61 കോടി 25 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശ കളക്ഷനായി ആദ്യ 12 ദിവസം കൊണ്ട് 16 കോടി ഉൾപ്പെടെ 77 കോടി 25 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയുടെ സംവിധായകനായ ദിൻജിത്ത് അയ്യപ്പൻ സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയാണ് എക്കോ. സന്ദീപ് പ്രതാപ് നായകനാകുന്ന ഈ സിനിമയ്ക്ക് ബാഹുൽ രമേശാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ക്രിസ്മസ് റിലീസായി ഡിസംബർ 26 തിയേറ്ററിലെത്തും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ സിനിമയുടെ പുതിയ ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് പങ്കുവച്ചിട്ടുണ്ട്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ഡിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിച്ച് മഹേഷ് മാനാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് മെറി ബോയ്സ്. ചിത്രത്തിന്റെ പൂജാകർമ്മങ്ങൾ ഇന്ന് പൂർത്തിയായി. ഐശ്വര്യ രാജ്, പാർവതിദാസ് എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.